2016 ഇപ്പോഴും പറയുന്നത്, കഴിഞ്ഞ ദിവസം STPയുടെ കൊടി പിടിച്ചുകൊണ്ട് ഷോൺ ജോർജ് നിൽക്കുന്ന ഫോട്ടോ എടുത്ത് പാലായിൽ എല്ലാ ഗ്രൂപ്പിലായിട്ട് ഇട്ട മഹാമാരോട് പറയുക, ഷോൺ ജോർജ് STPയുടെ കൊടി പിടിച്ചതാ, ഒരു സംശയമില്ല. ഒറ്റയ്ക്ക് നിന്റെ പിന്തുണ നൽകാൻ വന്ന STP ആയിരുന്നു. 2 വർഷക്കാലം ആ മുന്നണിയോടൊപ്പം നിന്ന്, അവരോടൊപ്പം നിന്നു. 2018 മഹാരാജാസ് കോളേജിൽ അഭിമന്യു കൊല്ലപ്പെട്ട അന്ന് PC ജോർജ് രാവിലെ വിളിച്ചു പറഞ്ഞു, നിങ്ങളുമായി ഇനി ബന്ധമില്ല, കാരണം നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല. അന്തസ്സായിട്ട് പറഞ്ഞിട്ടുണ്ട് പോലെ ഒളിച്ചു കച്ചവടം ഇല്ല. ഇവിടുത്തെ പിണറായി വിജയൻ BD സതീശൻ നടന്നത് ഒളിച്ചു കച്ചവടത്തിൽ നിന്നിട്ടില്ല. അന്തസ്സായിട്ട് STPയുടെ പിന്തുണയുള്ള ജനപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വോട്ട് പിടിച്ചേ. പക്ഷേ അവർ രാജ്യവിരുദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞ ദിവസം, കൊലപാതക രാഷ്ട്രീയത്തിന്റെ വക്താക്കളെന്ന് തിരിച്ചറിഞ്ഞ ദിവസം, അന്നത് ഉപേക്ഷിച്ചിട്ട് ചീത്ത വിളിക്കാനും PC ജോർജിന് ഒരു വഴിയില്ലായിരുന്നു. എങ്ങനെ പോകുന്നു അന്ന് ഞാൻ പറയുന്നു. പിണറായി വിജയൻ 2016 PC ജോർജിന് ഒരു സീറ്റിൽ പിന്തുണ കൊടുത്തപ്പോ 139 സീറ്റിൽ പിന്തുണ മേടിച്ചത് ആരാ? അന്ന് ഇവിടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന മാണി സി കാപ്പനെ പിന്തുണ മേടിച്ചിട്ടുണ്ട് 2016. കാരണം ഞാൻ ആ കമ്മിറ്റിയിൽ ഇരുന്നില്ല, എനിക്കറിയാം. 139 നിയോജകമണ്ഡലങ്ങളിൽ അന്ന് പിന്തുണ കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കായിരുന്നു, SDPI. അതാർക്കൂടെ മിണ്ടാട്ടില്ല. അന്ന് ഈ പറഞ്ഞ ശക്തികൾക്ക് പിണറായി വിജയന്റെ രാഷ്ട്രീയ സംരക്ഷണം ആവശ്യമായിരുന്നു. 2021 ഇതുപോലെ തന്നെ പിണറായി വിജയന് പിന്തുണ കൊടുത്തു SDPI. അന്നും ഇവിടെ ആർക്കും ചോദിക്കാനില്ല.